ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഏറ്റവും പുതിയ സിനിമയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുകയാണ്. ഇന്നത്തെ പുതിയ വിശേഷം, അതെ, അതൊരു തമിഴ് ചിത്രമാണ്. അതെ, സുന്ദർ സി ഡയറക്ട് ചെയ്ത ഒരു വിശാൽ പടം. അതെ, വർഷങ്ങൾക്ക് ശേഷം തോന്നില്ല വിശാൽ ഒരു അല്ല, കുറച്ച് അതിന്റെ ഇടയിലൊക്കെ കുറെ പടങ്ങളുണ്ട്. പക്ഷെ നല്ലൊരു അതെ, പക്ഷെ നല്ലൊരു ഹിറ്റ് പടം കിട്ടിയിട്ട് കുറെ നാളായി ശരിക്കും, അല്ലേ? ഒരു നല്ല പറയാൻ പറ്റുന്ന ഒരു ഹിറ്റ് എന്നൊക്കെ പറയാനായിട്ട് മാർക്ക് ആന്റണി, അല്ലെങ്കിൽ പിന്നെ തുപ്പരിവാളൻ, അതൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പടങ്ങള്. അതിനുശേഷം ഒരു നല്ലൊരു ഹിറ്റ് പടം എന്ന് പറയാനായിട്ടൊന്നും മനസ്സിൽ തട്ടുന്ന ഒരു പടം കിട്ടിയിട്ടില്ല സത്യത്തിൽ. തമിഴായാലും വന്നിട്ട് കുറെ നാളായിരുന്നില്ല മെയിൻ റോൾ ക്യാരക്ടർ. മെയിൻ റോൾ വന്നിട്ട് ജയിലറിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മെയിൻ റോൾ എന്ന് പറയാനായിട്ട് ഇതായിരിക്കും വേണമെങ്കിൽ. ഇത് സുന്ദർ സിയുടെ പടമാണ്, പക്ഷെ ആ ലെവലിൽ ഇരുന്ന് നമ്മൾ കാണണ്ട. യോഗി ബാബു, അതെ അതെ, യോഗി ബാബു ഉണ്ട് സുന്ദർ സിയുടെ പടത്തിൽ. യോഗി ബാബു, വിശാല്, തമന്ന കോംബോ. ഒരു കോമഡി പടം ആയിരിക്കാൻ വേണമെങ്കിൽ. എന്താ സംഭവം എന്ന് അറിയില്ല. പുരുഷൻ എന്നാണ് പടത്തിന്റെ പേര്. നമുക്ക് അതിന്റെ ട്രെയിലർ കുറച്ച് നാളായി ട്രെയിലർ ഇറങ്ങിയിട്ട്, കുറച്ച് നാളായി. അപ്പൊ നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നോക്കാം. ഒരു തമിഴ് പടമാണ്. എല്ലാ തമിഴ് പടങ്ങളെ പോലെ എന്താണ് ഇതില് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കിട്ട് വരാം. പ്രത്യേകത നമുക്ക് നോക്കിട്ട് വരാം. വിശാലിന്റെ പടമാണ്. അതെ, വിശാലിന്റെ പടം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാച്ച് ചെയ്തിട്ട് വരാം. സീരിയലാണെന്നത്. സീരിയൽ നടക്കാണ് യോഗി. பாருங்க எவ்வளவு பெரிய ஹீரோ. மழை வர மாதிரி இருக்குது, நம்ம துணி எடுத்துட்டு வராரு. இப்போதான் நம்ம சீரியல் பார்த்தேன். செம்ம இமோஷனல் டயலாக் சார். ஒரே ஒரு தடவை அதை நேர்ல சொல்லி காட்டுங்க ப்ளீஸ் ப்ளீஸ் ப்ளீஸ். எனக்காக புருஷனா இருக்கு முக்கியம் இல்லை, புருஷனா இருந்தா முக்கியம். பாஸ், நான் ஒன்றும் சொல்லி தரேன் பாஸ், டைரக்டா சொல்லி தரேன். ஆனா அது அவளுக்கு 100% கொடுக்கணும். சும்மா நிக்காம நம்ம ஹீரோ சாருக்கு கொஞ்சம் டீ ஆர்டர் பண்ணுவாங்க. ஐயோ, சேனலே மாறிடுச்சு. ആക്ഷൻ ആണല്ലോ. எப்படி கோல்டன் போட்டு பாருங்க. உங்களை யாரோ நடிக்கிறாங்க. இனி சொல்ல இல்ல கண்டிஷன் சொல்லுங்க. இல்ல, நான் கொண்டு வரேன். இல்ல ஒண்ணும் தோணாயிட்ட இதெல்லாம் வீடு நானே கொடுத்துறேன். ஓ நீங்க போற இன்ஜி தட்டிட்டு இருக்கவா அப்படியே ஷெல்ஃப்ல இருந்து ஏலக்காய் வச்சு போடுங்க. வேற நசீமா എന്താണത്? ஜன்னலா? ஐயோ, இந்த சமத்து கூட இல்ல. இதையும் நானே பண்ணணுமா?
என்ன பண்றீங்க? பேசிட்டு இருக்கோமா? வித்த நின்னுச்சா? ஆரம்பிக்க நின்றுச்சா? நீ போ. எது சொன்னாலும் சாருக்கு சக்கரை அளவா போடுங்க. ரொம்ப வேணாம். அரை ஸ்பூன். வேணாம். கால் போடுங்க. காயும் போடணும். சாரி தெரிஞ்சு டீல குட்டிச்சு ஃப்ரெஷ்ஷாக கொடுத்துருக்கேன். எக்ஸ்கியூஸ் மீ, புருஷனாக இருக்க முடியாது. புருஷன் பொறுமையாக இருக்க முடியாது. கற்பனை God bless you. நீங்க ஏன் சார் கிச்சன் பக்கம் போனீங்க? பாருங்க தக்காளி சார் தெரிச்சிருக்கு. அவன் மாசா இருக்கிறான், இது லூஸாக இருக்கு. ஆனால் நல்ல பீஸாக இருக்கு. இன்னும் கிச்சன்ல என்ன பண்றீங்க? சூப்பர் Hip hop தமிழன். சூப்பர் டைட்டில் வந்து சாப்பிட்டேன் சாப்பிட்டா புருஷன் 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 சாப்பிட்டு அது புருஷனடா புருஷன் புருஷன் அந்த இது சூப்பர்னு இதுதான் முதல்ல சொன்னேன். ஆனா இந்த மாடலே சொல்லியிருந்தேன் டைட்டில் ஓகே தான் சூப்பராக பாடுறது சுந்தர் சி. விஷால். தமன்னா. Hip hop தமிழன். ഷൂട്ടിംഗ് പ്രോഗ്രസ്. ടൈറ്റിൽ പ്രൊമോ ഉണ്ട് വന്നേക്കണത് ഇപ്പോ. ട്രെയിലറോ ടീസറോ അങ്ങനെയൊന്നുമല്ല, ടൈറ്റിൽ പ്രൊമോ എന്നുള്ള ഒരു സംഭവം ഒരു എന്റർടൈൻമെന്റ് പടമാണ് ഉദ്ദേശിക്കുന്നത് ആള്. സുന്ദർ സിയുടെ പടങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. നമ്മുടെ കുശുമ്പിന്റെ ഹസ്ബൻഡാണ്. അതെ അതെ. സംഭവം കാത്തിരുന്ന് കാണാം. പക്ഷെ ഇതൊരു 5 മിനിറ്റിന്റെ അടുത്ത് ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത്, അല്ലേ? നല്ല രീതിയിൽ ലെങ്ത് ഉണ്ടെന്നുണ്ട്. നമുക്ക് എത്രമാത്രം ദഹിക്കും അറിയില്ല. അയ്യോ, ആ സീനില്ലേ ഇപ്പൊ ഇതിൽ കാണിച്ചൊരു സീൻ, ജയിലറില് മറ്റേ രജനി കാണിച്ച പോലത്തെ ഒരു സംഭവം യോഗി ജയിലറിലെ കുറച്ച് പരിപാടികളല്ലേ. ഇപ്പൊ ജയിലറിലാണെങ്കിലും രജനീകാന്തിന്റെ വീട്ടിലേക്ക് വില്ലമാര് വരില്ല. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു പരിപാടി അതിലേക്ക് വേണമെങ്കിൽ യോഗി ബാബുവിനെ കൊണ്ടുവന്ന് ഇരുത്തി എങ്ങനെ ഉണ്ടാവും, അല്ലേ? അതല്ല, അതൊന്ന് യോഗി കാറില് രജനീകാന്ത് ബോഡീനെ കൊണ്ടുപോയിട്ടില്ലേ. ഇങ്ങനെ ലാസ്റ്റ് മറ്റവന്റെ തല സംഭവം കൊള്ളാം. പക്ഷെ ഇതൊരു എന്റർടൈൻമെന്റ് ആണ്. സാധനം പുറത്തും ഈ സാധനം അകത്താണ്. ഒരു എന്റർടൈൻമെന്റ് പടം. സുന്ദർ സി, ശരിക്കും സുന്ദർ സി ഒക്കെ നല്ല കിടിലൻ ഡയറക്ടർ ആയിരുന്നു പണ്ട്. അൻപേ ശിവം ആ പടമൊക്കെ കമൽഹാസനെ വെച്ചെടുത്ത പടമൊക്കെ എടുത്ത ഡയറക്ടറാണ് ഇട്ടത്. ശരിക്കും ആ ഒരു സാധനമൊക്കെയാണ് മിസ്സാവുന്നത്. ശരിക്കും നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലത്തെ പടങ്ങളാണ്. പിന്നെ രജനീകാന്തിനെ ആണെങ്കിൽ ഫസ്റ്റ് എടുത്തൊരു പടം ഉണ്ട്, അരുണാചലം എന്ന് പറഞ്ഞിട്ട് ഒരു പടം എടുത്തിട്ടാണ്. അതൊരു കിടിലം പടാട്ടാ. നല്ല കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ തന്നെ അൻപേ ശിവം എല്ലാവരും കണ്ടിട്ടുണ്ടാവും വേണമെങ്കിൽ. ഇപ്പോഴത്തെ നല്ല രീതിയിൽ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പടമാണ് അത്. ശരിക്കും അൻപേ ശിവം എന്ന് പറയുന്നത് അതിപ്പോ തമിഴിൽ മാത്രമല്ല, മലയാളത്തിലെ ഒട്ടുമിക്ക പഴയ ഡയറക്ടർമാരൊക്കെ നല്ല അടിപൊളി ചെയ്ത ഡയറക്ടർമാർ ഇന്നൊക്കെ ചെയ്യുന്നത്, അതായത് അന്ന് ചെയ്ത ഗംഭീര സാധനങ്ങൾ അതിന്റെ ഏകദേശത്തില്ല. എന്നാലും തമ്മിൽ പേദം തൊമ്മൻ എന്ന രീതിയിൽ ജനങ്ങൾ കാണുന്നു മാത്രം. അതെ, ഇതെന്തായാലും നമുക്ക് കാണാം. ഒരു സുന്ദർ സി പടം നമുക്ക് കണ്ടിട്ട് സിനിമ വരട്ടെ. സിനിമ വരുമ്പോ അറിയാം. ഇപ്പൊ ഷൂട്ടിംഗ് പ്രോഗ്രസിംഗിലാണ്. തമിഴ് പടമാണ്. അത് പ്രത്യേകിച്ച് ഓർമ്മ വെക്കേണ്ടത് സുന്ദർ സി പടമാണ്. പഴയ സുന്ദർ സി അല്ല, ഇപ്പോഴത്തെ സുന്ദർ സിയുടെ പടമാണ്. പഴയതാണെങ്കിൽ നമുക്കൊരു സാധനം കിട്ടും ചിലപ്പോ. അൻപേ ശിവം, അരുണാചലം, ശങ്കറായാലും
പണ്ട് കാലത്ത് അടിപൊളി ഹിറ്റ് സംഭവം കൊടുത്ത ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ എഴുതിക്കൊണ്ടിരുന്ന ഒരു ടീമുണ്ട്, സുജാത എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ആള് കുറച്ചും കൂടി ഒന്ന് താഴത്തേക്ക് പോയിക്കണത്. ആളുടെ അതായത് ഈ ഒരു എന്തിനും 2 ഒന്നും ആളില്ല ശരിക്കും എഴുതുമ്പോഴേ. അവിടെ തൊട്ടുള്ള പോരായ്മകൾ ഉണ്ട് ശരിക്കും. വരെ കിടിലാണ് ആളുടെ സബ്ജക്റ്റുകളൊക്കെ. അപ്പൊ ഇന്ത്യൻ 2-ലാണെങ്കിൽ കഥയുടെ അവരെ അക്ഷയ് കുമാറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇവിടെ കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. എന്തായാലും നമുക്കത് വിടാം. നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് സുന്ദർസിയുടെ പടമാണല്ലോ, പുരുഷൻ. എന്തായാലും തിയേറ്ററിൽ വരട്ടെ, ഷൂട്ടിംഗ് കഴിഞ്ഞ് നല്ല രീതിയിൽ തിയേറ്ററിൽ വരട്ടെ. ഇതൊരു ഫാമിലി സബ്ജക്ട് പോലെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഫീൽ ചെയ്തത്. ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈഫ്, വീട്ടിൽ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ്, അങ്ങനത്തെ ഒരു പരിപാടി. അത് നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈയിടെയായിട്ട് നമ്മുടെ ഷർഫിന്റെ പടം ഇറങ്ങിയില്ലേ, ഏതായിരുന്നു? പെറ്റ് ഡിറ്റക്റ്റീവ്. അതില് വിജയരാഘവൻ സാറും ആ കഥ അങ്ങോട്ട് മാറ്റി വെച്ചത് പോലെ അല്ലേ? വിജയരാഘവൻ സാറിന്റെയും മറ്റേ അവരുടെ ഫാമിലി സബ്ജക്ട് എടുത്തിട്ട് തമിഴിൽ വേറെ പടം ഉണ്ടാക്കി പോലെ. വിജയരാഘവൻ സാറ് അണ്ടർവേൾഡ് ഓണാണ്. പക്ഷെ ഇതിലെന്താണെന്ന് അറിയില്ല കേട്ടാ. വിശാല എന്ത് സംഭവമാണെന്ന് മനസ്സിലായിട്ടില്ല. ഇനി വല്ല പോലീസാണോ? പോലീസ് ആവാൻ ചാൻസ് ഇല്ല അല്ലേ? കാരണം ഇപ്പൊ വീടിന്റെ ഉള്ളിൽ പണിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ ആൾക്ക് ചിലപ്പോ ഇനി സസ്പെൻഷനിലാണെങ്കിൽ ചെയ്യാലോ അല്ലെ? എന്തെങ്കിലും ഉണ്ടാവും വേണമെങ്കിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. മറ്റേ ഭാഷയില് മാണിക് ഭാഷ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുകയാണെങ്കിൽ പുരുഷന് ഭാര്യ അറിയാതിരിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഭാര്യ അറിയാത്ത എന്തോ ഒരു പരിപാടി ഉണ്ട്. മാണിക് ഭാഷ പോലത്തെ ഒരു സംഭവമാണെങ്കിൽ മാണിക് ഭാഷ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുരുഷന് വേണ്ടിയിട്ട്. സുന്ദർസിയുടെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയായിരിക്കും. പ്രത്യേകം എടുത്തു പറയുന്നു സുന്ദർസി പടം. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വരുന്നത് വരെ bye. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.